ജീവിതത്തിൽ നമ്മൾ എപ്പോഴും കൂടെ കൂട്ടേണ്ട 4 കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ കൂടെ കൂട്ടാൻ വേണ്ടിയിട്ട് യാതൊരു ലജ്ജയോ മടിയോ കാണിക്കേണ്ടതില്ല. അത് നമ്മുടെ ജീവിതത്തെ ഉയർച്ചയിലേക്ക് മാത്രമാണ് എത്തിക്കുക. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് പഴയ വസ്ത്രങ്ങൾ ധരിക്കാൻ യാതൊരു മടിയും കാണിക്കാതിരിക്കുക എന്നുള്ളതാണ്. പലർക്കും നമുക്കൊക്കെ ഏറ്റവും പുതിയ വസ്ത്രങ്ങളാണ്, ഏറ്റവും നല്ല വസ്ത്രങ്ങൾ ധരിക്കാനാണ് ഇഷ്ടപ്പെടുന്നത്. പക്ഷെ നമ്മൾ ആവശ്യത്തിന് മാത്രം വസ്ത്രങ്ങൾ വാങ്ങുക, ആവശ്യത്തിന് മാത്രം ഇതിനു വേണ്ടിയിട്ട് പണം ചെലവഴിക്കാം. നമ്മൾ അത്യാവശ്യം നമുക്ക് ഉപയോഗിക്കാൻ, വൃത്തിയായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്ന പഴയ വസ്ത്രങ്ങളാണെങ്കിൽ കൂടി അത് ഉപയോഗിക്കാൻ ശ്രമിക്കാം. അത് ഉപയോഗിക്കുന്നതോടെ നമ്മുടെ മനസ്സിലുള്ള അഹങ്കാരം, അഹംഭാവം, ഈ ഒരു സംഗതികളൊക്കെ പതിയെ പതിയെ നമ്മുടെ ഉപബോധ മനസ്സിൽ ഇല്ലാതെയാക്കാൻ ഈ ഒരു കാര്യം ഗുണം ചെയ്യും. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് പാവപ്പെട്ട സുഹൃത്തുക്കളെ കൂടെ കൂട്ടുക എന്നുള്ളതാണ്. സുഹൃത്ത് ബന്ധങ്ങൾ ഉണ്ടാക്കുമ്പോൾ പലപ്പോഴും ഫൈനാൻഷ്യൽ സ്റ്റാറ്റസ് പോലുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കാറുള്ളത്. ഈ ഒരു രീതി മാറ്റി ഏറ്റവും പാവപ്പെട്ടവരാണെങ്കിൽ കൂടി അവരെ സുഹൃത്താക്കാൻ അതിനോളം ക്വാളിറ്റി ഉള്ളവരാണെങ്കിൽ അവരെ നമ്മളെ സുഹൃത്താക്കി മാറ്റുക എന്നുള്ളതാണ്. അത് നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കും. മൂന്നാമത്തെ കാര്യം, വളരെ പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ വൃദ്ധരായിട്ടുള്ള മാതാപിതാക്കളെ യാതൊരു മടിയുമില്ലാതെ മറ്റുള്ളവരുടെ മുന്നിലേക്ക് കൊണ്ടുപോകാനോ അതല്ലെങ്കിൽ അവർ വൃദ്ധരായി അവരുടെ സൗന്ദര്യം നശിച്ചു എന്നുള്ള ബോധമൊന്നും ഇല്ലാതെ എൻ്റെ മാതാവാണ്, എൻ്റെ പിതാവാണ് എന്നുള്ള രീതിയിലും വൃദ്ധരായിട്ടുള്ള മാതാപിതാക്കളെ ഒരു മടിയും കൂടാതെ കൂടെ നിർത്തുക എന്നുള്ളതാണ്. നാലാമത്തതും ഏറ്റവും അവസാനത്തേതുമായിട്ടുള്ള കാര്യങ്ങളിൽ ഈ 3 കാര്യങ്ങളും ഉൾപ്പെട്ടതാണ്. ജീവിതം വളരെ ലളിതമാക്കുക എന്നുള്ളതാണ്. വളരെ ലളിതമായിട്ടുള്ള ജീവിതം നമുക്ക് ശാന്തത എന്തായാലും തീർച്ചയായിട്ടും കൂടുതലായിട്ട് നമുക്ക് ശാന്തതയോടെ ജീവിക്കാൻ കഴിയും, സമാധാനത്തോടെ ജീവിക്കാൻ കഴിയും, സന്തോഷത്തോടെയും ജീവിക്കാൻ കഴിയും. ആർഭാട ജീവിതത്തിന് പരിധിയുണ്ട്, അതിനപ്പുറം അതിൻ്റെ ഒരു സൈഡ് എഫക്റ്റ് കൂടിയുണ്ട്. നമ്മൾ പലപ്പോഴും ഫേക്ക് ലൈഫ്, ബാക്കി ഉള്ളവരുടെ മുന്നിലെങ്കിലും ഫേക്ക് ലൈഫ് കാണിക്കാൻ ശ്രമിക്കുന്നവരാണ്. ഞാൻ വളരെ ആഷ്പുഷായിട്ടാണ് ജീവിക്കുന്നതെന്നൊക്കെ. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഇടുന്ന എഫേർട്ട്, ഇതിന് വേണ്ടിയിട്ട് ഇടുന്ന നമ്മൾ ഫൈനാൻഷ്യൽ എമൗണ്ട്, ഇതൊക്കെ വലിയ എമൗണ്ട് ആയിരിക്കും, അല്ലെങ്കിൽ വലിയ എഫേർട്ടുകളായിരിക്കും. ഇതൊക്കെ നമ്മുടെ ജീവിതത്തെ മറ്റൊരു തലത്തിലേക്ക് ഇന്നല്ലെങ്കിൽ നാളെ കൊണ്ടു നിർത്താൻ സാധ്യതയുണ്ട്. എപ്പോഴും ലളിതമായിട്ടുള്ള ജീവിതം നയിക്കും. എനിക്ക് തോന്നുന്നു ഏറ്റവും അധികം ആളുകൾ കാണാൻ ഇഷ്ടപ്പെടുന്നത് ലളിത ജീവിതം തന്നെയാണ്. ലാളിത്യമുള്ള മനുഷ്യരെയാണ്, ലാളിത്യമുള്ള സംസാരവുമാണ്. അപ്പോൾ ലളിതമായിട്ട് ജീവിക്കുന്ന വളരെ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യനായിട്ട്, ഏറ്റവും നല്ല മനുഷ്യനായിട്ട് ജീവിക്കുക.